നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുഴയിലുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ഇത്തിരി വെള്ളം കൂടിയതാണ്. ഇതിന് മുമ്പ് ഇത്രയ്ക്ക് വെള്ളമൊന്നും ഉണ്ടായില്ല. ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരുവിധം എല്ലാ ആൾക്കാരും മീനൊക്കെ പിടിച്ചിട്ട് പോയി കേട്ടോ. നമ്മൾ കുറച്ച് വലയിട്ടിട്ട് മീൻ പിടിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുഴ കാഴ്ചകളിലാണ് കാണുന്നത്. ഇത് വരുന്നത് മംഗൽ ഡാമിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ആ ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നത്. ഇത് പിന്നെ ഇങ്ങനെ വന്ന് ഇതിയെ പോയിട്ട് നേരെ ഇത് ഭാരതപ്പുഴയിലാണ് പോയി ചേരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെറിയ ചെറിയ ഓരോ കാഴ്ചകളാണ്, വലുതൊന്നുമില്ല, ഒരു ചെറിയ ചെറിയ ഓരോ കാഴ്ചകൾ. ഇതാണ് നമ്മുടെ പുഴ കാഴ്ചകൾ. ഒരുവിധം വെള്ളമൊക്കെ പോയി. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ മീനും പിടിച്ചു പോയി. നമ്മളും കുറച്ച് മീൻ പിടിച്ചു. കഴിഞ്ഞ പ്രാവശ്യമാണ് നമ്മളിതിൽ മീൻ പിടിക്കുന്ന ഒരു വീഡിയോസുകളൊക്കെ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വലയിട്ട് മീൻ പിടുത്തം പറഞ്ഞിട്ടൊരു വീഡിയോസ് നമ്മുടെ കയ്യിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞല്ലോ. ഇപ്രാവശ്യം വലയിട്ട് മീൻ പിടിക്കുന്ന വീഡിയോസ് എടുത്തിട്ടൊന്നുമില്ല. മീൻ പിടിച്ചു, പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ രണ്ട് സൈഡും തോട്ടങ്ങളാണ്, തെങ്ങും തൊടികളാണ്. ഇപ്പുറത്തും തെങ്ങും തൊടികൾ, ഇപ്പുറത്തും തെങ്ങും തൊടികൾ. നമ്മുടെ പുഴ ഇത്രയ്ക്ക് തന്നെ വീതിയുള്ളൂ കേട്ടോ. അത് ഞാൻ കാണുന്ന കാലം മുതൽ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ വീതി. എൻ്റെ വീതിയിൽ വീതി കൂടുതലൊന്നുമില്ല. അത് അപ്പുറത്തുനിന്ന് അത്യാവശ്യം ചെടികളും മരങ്ങളൊക്കെ അതങ്ങോട്ട് ഈ പുഴയിലേക്ക് ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കും. അപ്പുറം രണ്ട് സൈഡും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നിങ്ങളവിടെ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് എഴുതുക. സൂര്യന് ഉദിച്ചു. ചെറിയ ചെറിയ ഇല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ല പച്ചപ്പോടുകൂടിയുള്ള ഒരു ചെടികൾ, പച്ചപ്പോടുകൂടിയുള്ള ചെടികളാണ്. ഇതേപോലെ പുഴയോരങ്ങളിലൊക്കെ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ഓരോ ചെടികളൊക്കെ ഉണ്ടാവും. പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. നല്ല ഭംഗിയുള്ള ഓരോ പൂവാണ് ഇവിടെ ഉണ്ട്. പുഴയോരങ്ങളിലൊക്കെ കാട്ടുചേമ്പുകൾ നിൽക്കണുണ്ടോ. ഇത് മുഴുവൻ കാട്ടുചേമ്പാണത്. പുഴയോരത്തും സൈഡുകളിൽ എന്താ മുഴുവൻ കാട്ടുചേമ്പാണ് അവിടെ ഉള്ളത്. കാണാൻ ഭംഗിയുള്ള ഒരു പച്ചപ്പായത് കാരണം കൊണ്ട് ഞാനിങ്ങനെ ഒരു ചെറിയൊരു വീഡിയോസ് എടുത്താണ്. പുഴയോരങ്ങളിലെ സൈഡുകളിൽ ഈ പച്ചപ്പിൻ്റെ ഇടയിലുള്ള മുക്കുത്തി പൂവുകളാണ്. ഇത് ഒരു മഞ്ഞ കളറുള്ളൊരു പൂവാണത്. എന്നിട്ട് ഇവിടെ നിറച്ചും ഇത് തന്നെ ഉള്ളൂ. നല്ലൊരു പച്ചപ്പിൻ്റെ ഇടയിൽ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ്, മഞ്ഞ പൂക്കൾ. ഈ കാണുന്ന ചെടിയിലൊക്കെ പൂ വിരിയുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം എന്താണോ അതിൻ്റെ സീസൺ ആവണുള്ളൂ തോന്നുന്നു. അല്ലെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു ചെടിയിലും പൂക്കളുണ്ടാകുന്നത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പുഴയിലുള്ളൊരു കാഴ്ചകളാണ്. ഈ ഭാഗത്തുള്ള വെള്ളമൊന്നും ഇല്ല. ഇനിയിപ്പോൾ മഴ പെയ്താലാണ് ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ. ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി മഴ പെയ്യാതെ ഇനിയിപ്പോൾ വെള്ളം ഉണ്ടാവില്ല. മഴ പെയ്ത് അത്യാവശ്യം വെള്ളം ഒലിച്ചിറങ്ങിയാലാണ് ഇതിനൊക്കെ അങ്ങോട്ട് വെള്ളം അങ്ങോട്ട് അപ്പോൾ താഴത്തേക്കൊക്കെ ഒഴുകി പോവുള്ളൂ. താഴത്തേക്കാണത്. ഈ വശം താഴത്തേക്കായത് കാരണം കൊണ്ട് അങ്ങോട്ട് ഒഴുകി പോവുള്ളൂ. പ്രാവശ്യം ഒഴുകാനുള്ള വെള്ളമൊന്നും ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ വെയിലിൻ്റെ ചൂട് കാരണം കൊണ്ട് പിന്നെ വെള്ളം കുറയാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പുഴ കാഴ്ചകൾ. നല്ല പച്ചപ്പും തണുപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്തിരി കഴിഞ്ഞ് ചൂടടിച്ചു കഴിഞ്ഞാൽ ഈ ഇതിലുള്ള ചെറിയ മഞ്ഞ് പെയ്ത അതൊക്കെ വെയിൽ കാരണം കൊണ്ട് പോകുമല്ലോ. അത് കാരണം പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ചൂടായിരിക്കും. ഒക്കെ വറ്റി പോയി. ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങേണ്ട വഴിയാണിത്. ഒഴുക്ക്, ആ ഒഴുക്കിപ്പോൾ ഇല്ല. അതിനുള്ള ഒഴുകുള്ള വെള്ളം ഇല്ല. ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതൊരു തരം വള്ളിയാണിത്. ഈ വള്ളിക്ക് പ്രത്യേകിച്ച് വേരൊന്നുമില്ല. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചെടിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു 2-3 ദിവസം കഴിഞ്ഞത് അതിൽ തന്നെ പടർന്ന് പിടിക്കും. അതേപോലെയാണ്. ഇതിന് പ്രത്യേകിച്ച് വള്ളിയൊന്നുമില്ല, വള്ളി ഇലയൊന്നുമില്ല. ഇതിങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ചുരുണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. എന്തൊരു പേരുണ്ട്, എനിക്കത്ര വലിയ അറിവില്ല. ഇത് ഈ ചെടികളിലൊക്കെ അത് ബാധിച്ചിരിക്കണുണ്ടോ. ഇതെന്ത് കായെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതെന്തായാലും അത്തിക്കായല്ല, അത്തിപ്പഴമല്ല കേട്ടോ. ഇത് നമ്മൾ
എന്തൊരു പേരുണ്ട്, ഇത് എനിക്ക് അത്ര വലിയ ഓർമ്മ കിട്ടണില്ല. ഇത് അത്തിപ്പഴമല്ല, അത് ഈ മരത്തിൻ്റെ കായ എന്ത് മരമാണെന്നുള്ളത് അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ കമൻ്റായിട്ടൊന്ന് എഴുതുക. ഉണ്ടോ, ഈ മരത്തിൽ നിറച്ചും ഈ പഴമാണ്. ഇത് അത്തിപ്പഴമല്ല, അത്തിമരമല്ല, ഇത് എന്തായാലും പുഴയോരങ്ങളിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഇത് വേണമെങ്കിൽ ഒരെണ്ണം പൊട്ടിക്കാം. അത്തിമരമല്ല, അത്തിപ്പഴമല്ല. പറയുന്ന ആൾക്കാരൊന്ന് കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ നമ്മുടെ ഇത് ചെറിയൊരു വീഡിയോസാണ്, പുഴക്കാഴ്ചകളാണ്. ആ പുഴയൊന്ന് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താലോ എന്ന് പറഞ്ഞിട്ടാണ്. പുഴയിൽ വെള്ളമൊന്നുമില്ല. ഇനി വെള്ളം ആവണമെന്നുണ്ടെങ്കിൽ ഇനി മഴ പെയ്യണം. മഴ എന്തായാലും നമ്മുടെ പാലക്കാട് ജില്ലയിൽ കുറവാണല്ലോ. 45 ഡിഗ്രി സെൽഷ്യസ് ചൂടൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെക്കാളും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് അടുത്തത് കാണുന്നവരെ ബൈ.